ഹലോ മക്കളെ, എൻ്റെ കുട്ടികളെല്ലാവരും നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് അല്ലെങ്കിൽ അറിയാനും പ്രതികരിക്കാനും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിൽ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു സ്റ്റിമുലസ് ആൻഡ് അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസെപ്റ്റേഴ്സ് ഇല്ലേ? അപ്പോൾ നമ്മുടെ സ്റ്റിമുലായി പലതും ആയിക്കോട്ടെ, ലൈറ്റ് ആയിക്കോട്ടെ, സൗണ്ട് ആയിക്കോട്ടെ, കെമിക്കൽസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൽസിൽ നമുക്ക് എന്തുണ്ട്? നമുക്ക് റിസെപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ? റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള, റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസാണ്, കോശങ്ങളാണെന്ന് നമുക്കറിയാം. ആൻഡ് ഈ റിസെപ്റ്റേഴ്സ് എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങളിലാണ് നമുക്ക് കാണുന്നത് അല്ലേ? അപ്പം നമ്മുടെ ലൈറ്റിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കണ്ണിലാണ് നമുക്ക് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉള്ളത്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ, അതിനെ റിസീവ് ചെയ്യാനുള്ള റിസെപ്റ്റേഴ്സ് ഫോട്ടോ റിസെപ്റ്റേഴ്സ്. ഇനി സൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റിമുലൈ അല്ലെങ്കിൽ ആ ഒരു ഉദ്ദീപനത്തിനെ റിസീവ് ചെയ്യാൻ നമ്മുടെ ഇയേഴ്സിൽ നമുക്ക് ഫോണോ റിസെപ്റ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് ഉണ്ട്, ശബ്ദഗ്രാഹികളുണ്ട്. ദെൻ സ്മെല്ലിന് കാരണമായിട്ടുള്ള കെമിക്കൽസിനെ നമുക്ക് റിസീവ് ചെയ്യാൻ നമ്മുടെ മൂക്കിൽ അല്ലെങ്കിൽ നോസിൽ നമുക്ക് ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ഉണ്ട്. ദെൻ ടേസ്റ്റിന് കാരണമായിട്ടുള്ള കെമിക്കൽസിനെ നമുക്ക് റിസീവ് ചെയ്യാൻ നമ്മുടെ ടങ്ങിൽ അല്ലെങ്കിൽ നാക്കിൽ നമുക്ക് ഗസ്റ്റേറ്ററി റിസെപ്റ്റേഴ്സ് ഉണ്ട്, രാസഗ്രാഹികളുണ്ട്. ദെൻ നമ്മൾക്ക് ടച്ച് അറിയാൻ വേണ്ടിയിട്ട്, പ്രഷർ അറിയാൻ വേണ്ടിയിട്ട്, ദെൻ നമുക്ക് എന്താ പറയുക, ഹീറ്റ് അറിയാൻ വേണ്ടിയിട്ട്, ചൂട് അറിയാനൊക്കെ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ത്വക്കിൽ പല തരത്തിലുള്ള ടച്ച് റിസെപ്റ്റേഴ്സ്, പ്രഷർ റിസെപ്റ്റേഴ്സ്, ദെൻ തെർമോ റിസെപ്റ്റേഴ്സ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങളിലാണ് ഈ പറയുന്ന റിസെപ്റ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റുക അല്ലേ? അപ്പോൾ നമ്മളുടെ ഈ സെൻസ് ഓർഗൻസിനെ കുറിച്ച് മനസ്സിലാക്കണം. അങ്ങനെ സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അവരിൽ എവിടെയാണ് ഈ പറയുന്ന റിസെപ്റ്റേഴ്സ് ഒക്കെ കാണുന്നത് എന്നൊക്കെയാണ് നമ്മളുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വിൻഡോസ് ഓഫ് നോളജ് അല്ലെങ്കിൽ അറിവിൻ്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററിലും ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, നമ്മുടെ ലൈഫിലായാലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻസ് ഓർഗനാണ് നമ്മളുടെ കണ്ണ്. നമ്മുടെ കണ്ണിൻ്റെ സ്ട്രക്ചറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ കണ്ണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ കണ്ണിന് പലതരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ കണ്ണിന് മുകളിൽ കാണുന്ന ഐബ്രോസ് ആയിക്കോട്ടെ, ഐ ലാഷസ് ആയിക്കോട്ടെ, നമ്മളുടെ കണ്ണുനീരായിക്കോട്ടെ, ഇതെല്ലാം തന്നെ എന്താണ്? നമ്മളുടെ കണ്ണിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻസാണ്. ഇതിലും ഒത്തിരി ഉണ്ട് ഇനിയും. നമ്മളുടെ കണ്ണ് നമ്മുടെ തലയോടിൻ്റെ ഉള്ളിൽ ഒരു കുഴിയിലാണ് അല്ലെ, ഐ സോക്കറ്റിലാണ് നമ്മളുടെ കണ്ണിനെ ഇറക്കി വെച്ചിരിക്കുന്നത്. ഇതും ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമാണ്. നമ്മുടെ കണ്ണിൻ്റെ കൺപോളകൾക്ക്, ഐലിഡ്സിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? ഒരു കൺജങ്ക്ടൈവ എന്ന് പറയുന്നൊരു ലെയർ കാണാൻ പറ്റും. അത് മ്യൂക്കസ് അല്ലെങ്കിൽ ശ്ലേഷ്മം ഉണ്ടാക്കുന്നുണ്ട്. അതും നമ്മുടെ കണ്ണിനെ എപ്പോഴും നനവുള്ളതാക്കാനും അങ്ങനെ നമ്മുടെ കണ്ണിന് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ആൻഡ് ഐലിഡ്സ് എപ്പോഴും ഇങ്ങനെ ഒരു ഷട്ടർ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്, തുറക്കാനും പൂട്ടാനും ഒക്കെ ആയിട്ട്. അത് നമ്മളുടെ കണ്ണിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഐയുടെ ആ ഡയഗ്രാം എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഓക്കെ, അപ്പം നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞു, ഇത് നമ്മളുടെ സ്കള്ളാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ തലയോട് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? ഇവിടെ 2 കുഴി വരയ്ക്കും അല്ലേ? ഈ കുഴീൻ്റെ അകത്താണ് നമ്മുടെ ഐ ബോൾ ഉള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? നമ്മൾ ഇത്രയും ഭാഗമാണ് നമ്മുടെ കണ്ണിൻ്റെ പുറത്തേക്ക് കാണുന്നത്. ശരിക്കും കണ്ണിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണോ? അല്ല, ഇതിൻ്റെ പിന്നിലായിട്ട് ഒരു ബോളുണ്ട്, ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ആ ബോളാണ് ഈ ഒരു സോക്കറ്റിൻ്റെ ഉള്ളിൽ, ഈ ഒരു കുഴീൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ കണ്ണിനെ ഇങ്ങനെയല്ല നോക്കാൻ പോകുന്നത്, സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അതായത് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ആകെ ഒരു കുഞ്ഞത്, ഈ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ പുറത്തേക്ക് കാണുന്നത്. ബാക്കിയുള്ള ഭാഗം മുഴുവൻ ഈ ഒരു ബോൾ എന്ന് പറയുന്നത് ഏതിൻ്റെ അകത്താണ്? നമ്മുടെ ഐ സോക്കറ്റിനകത്താണ്. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ഡയഗ്രമാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം ആദ്യം തന്നെ പറയാനാണെങ്കിൽ നമ്മുടെ ഐ ബോൾ എന്ന് പറയുന്നത്, ബോൾ എന്ന് പറയുമ്പോൾ എന്താ ഷേപ്പ്? ഇങ്ങനെയാണല്ലേ, ഇങ്ങനെയൊരു ബോളാണ്. അപ്പം ഈ ബോളിൻ്റെ ഷേപ്പ് ഇച്ചിരി മാറിപ്പോയോ?
ഇതാണ് നമ്മുടെ ഐബോൾ. ഇതാണ് നമ്മളുടെ ആ ഒരു ഐ സോക്കറ്റിനുള്ളിലാക്കിയിട്ട് ഇറക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഐബോളിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മുടെ ഐബോളിന് 3 ലെയേഴ്സാണുള്ളത്, 3 പാളികളാണുള്ളത്. അതിലേറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ അല്ലെങ്കിൽ ഏറ്റവും പുറമേ ഉള്ളൊരു പാളിനെയാണ് നമ്മൾ പറയുക സ്ക്ലീറ, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയും ദൃഢപടലം എന്നാണ് പറയുക. ഓക്കെ, സ്ക്ലീറ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയാതിനെ ദൃഢപടലം എന്നാണ്, ദൃഢപടലം. ആൻഡ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ടഫായിട്ടുള്ളൊരു ലെയറാണ്. നമ്മളുടെ കണ്ണിന് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ലെയർ കൂടിയാണ്, പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന. ഔട്ടർ മോസ്റ്റ് ലെയർ ആകുമ്പോൾ തന്നെ പ്രൊട്ടക്ഷൻ ആണല്ലേ. ആൻഡ് ഈ ഒരു സ്ക്ലീറ ഇങ്ങനെ മുന്നിലേക്ക് വരുന്ന സമയത്ത് ഇത്രയും നേരം ഇതെന്താണ്, ഇത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു ലെയർ അല്ല, വളരെ കട്ടി കൂടിയ നമ്മളുടെ ഒരു ലെയറാണ്. അപ്പോൾ നമ്മളുടെ കണ്ണ് വരച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണിൽ നമ്മൾ ഇവിടെ വരയ്ക്കുന്നത് ഇതിപ്പോൾ ഒരു കറുപ്പായിട്ട് നമ്മൾ വരയ്ക്കും. ആൻഡ് ബാക്കിയുള്ള ഭാഗം മുഴുവൻ ഒരു വെള്ള കളറല്ലേ മക്കളെ. ആ വെള്ള എന്ന് പറയുന്നത് നമ്മുടെ സ്ക്ലീറയാണ്. ഓക്കെ, ആ വെള്ള എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സ്ക്ലീറയാണ് അല്ലെങ്കിൽ ദൃഢപടലമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നടുവിൽ വേറൊരു കളറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ നടുവിലായിട്ട് കാണുന്ന ആ കറുപ്പായിക്കോട്ടെ ബ്രൗൺ ആയിക്കോട്ടെ പിന്നെ വേറെ എന്ത് കളറായാലും അത് ഫ്രണ്ടിലല്ല ആക്ച്വലി ആ കളറുള്ളത്, അത് പിന്നിലാണ്. ആ കളറുള്ളത് നമ്മുടെ കണ്ണിൻ്റെ ഈ ഏറ്റവും പുറമേയുള്ള ലെയറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കത് കാണാൻ പറ്റുന്നത്? സിമ്പിൾ. ഒരു പ്ലാസ്റ്റിക്, ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറിലൂടെ എന്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും അല്ലേ. നമ്മൾ ചില സമയത്ത് പറയാറുണ്ട് നമ്മൾ ഡ്രസ്സ് ഭയങ്കര ട്രാൻസ്പാരൻ്റ് ആണെങ്കിൽ നമ്മൾ ഉള്ളിലിട്ട് നമ്മുടെ ഇന്നേഴ്സൊക്കെ പുറത്ത് കാണാൻ പറ്റും അല്ലേ. പക്ഷേ ഈ ഡ്രസ്സിലൂടെ നോക്കുമ്പം നിങ്ങൾക്ക് മിസ്സിൻ്റെ ഉള്ളിലുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല, മിസ്സിൻ്റെ ഇന്നേഴ്സ് ഒന്നും കാണുന്നില്ലല്ലോ, കാരണം ഇത് ട്രാൻസ്പാരൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ അതേപോലെയാണ് നമ്മളുടെ സ്ക്ലീറ. സ്ക്ലീറ എന്ന് പറയുന്നത് ട്രാൻസ്പാരൻ്റ് അല്ല. പക്ഷേ ഈ സ്ക്ലീറ ഇങ്ങനെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് ഇത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ ഉന്തിയൊരു ഭാഗമായിട്ട് മാറും അല്ലേ. ഈ ഭാഗം നോക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് മുന്നിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഉന്തിയ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഭാഗമായിട്ട് മാറും. ഇതാണ് കോർണിയ. മലയാളത്തിലും നമ്മൾ കോർണിയ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള സ്ക്ലീറയുടെ ഭാഗം തന്നെയാണ്. പക്ഷേ ഇതെന്തായി, ഇതൊന്ന് കുറച്ച് മുന്നിലേക്ക് തള്ളി നിൽക്കുകയാണ്. അത് മാത്രമല്ല അത് ട്രാൻസ്പാരൻ്റായി സുതാര്യമായി. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ ലെയർ. ഇനി നമ്മുടെ രണ്ടാമത്തെ ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ബ്ലഡ് വെസൽസ് ഒക്കെ കാണുന്ന ഒരു ലെയറാണ്. ഒത്തിരി നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ കാണുന്ന ഈ ഒരു ലെയർ. ഓക്കെ, ഈ ഒരു ലെയറിനെയാണ് നമ്മൾ പറയുക നമ്മളുടെ കൊറോയിഡ്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയും രക്തപടലം. കാരണം കുറേ ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകളും ബ്ലഡ് വെസൽസും ഒക്കെയുള്ള ഭാഗമാണ്. ഓക്കെ, ആൻഡ് ഈ ലെയർ ഇങ്ങനെ മുന്നിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇവർ കുറച്ച് മസിൽസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ലെയർ ഇങ്ങനെ മുന്നിലേക്ക് വന്ന് അവിടെ അവർ കുറച്ച് മസിൽസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ മസിൽസിനെയാണ് നമ്മൾ പറയുക സീലിയറി മസിൽസ്. സീലിയറി മസിൽസ് അല്ലെങ്കിൽ സീലിയറി പേശികൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, സീലിയറി മസിൽസ്. റെഡി? അപ്പം ഈ സീലിയറി മസിൽസിൽ നിന്ന് ഇങ്ങനെ മുന്നിലേക്കൊരു പ്രൊജക്ഷൻ വരുന്നുണ്ട്, കണ്ടോ, ഒരു വിരൽ പോലെയുള്ളൊരു ഭാഗം. ഓക്കെ, ഈ ഭാഗത്തിനെയാണ് നമ്മൾ പറയുന്നത് ഐറിസ്. ഐറിസ് ആക്ച്വലി ഐറിസ് എന്ന് പറയുന്ന ഒരു കളറുള്ള ഭാഗമാണ്. മെലാനിൻ പോലത്തെ പിഗ്മെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഐറിസിന് കളറുണ്ട്. ഓക്കെ, അപ്പം ഐറിസിൻ്റെ കളറാണ് നമ്മളുടെ കണ്ണിൻ്റെ കളറായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മുടെ കണ്ണിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ കാണുന്ന വെള്ള കളറ്, ഓക്കെ, നമ്മുടെ കണ്ണിൻ്റെ ഈ ഭാഗം നമ്മൾ വെള്ളയാണെന്നല്ലേ പറയാം, അത് സ്ക്ലീറയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നടുവിൽ മാത്രം നമുക്ക് വേറെ കളർ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നടുവിലുള്ള ഈ ഭാഗം ട്രാൻസ്പാരൻ്റ് ആണല്ലോ, കോർണിയ ആണല്ലോ. അപ്പം അതിൻ്റെ പിന്നിലുള്ള കളർ എന്താണോ അതാണ് നമുക്ക് പുറത്തേക്ക് കാണാം. അപ്പം നമ്മുടെ കോർണിയയുടെ പിന്നിലായിട്ട് ഐറിസ് ആണുള്ളത്. ഐറിസിൻ്റെ കളറ് ബ്രൗൺ ആണെങ്കിൽ അത് നമുക്ക് ബ്രൗൺ ആയിട്ട് കാണും, ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആയിട്ട് കാണും. ആൻഡ് നമ്മളുടെ ഇപ്പോൾ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ കണ്ണുകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അപ്പം കണ്ണിലെ കൃഷ്ണമണി എവിടെയായിരിക്കും, പ്യൂപ്പിൾ എവിടെയായിരിക്കും? അപ്പം മിസ്സിനൊക്കെ കുഞ്ഞിലേ ഉണ്ടായിരുന്നൊരു സംശയമാണ് ഈ കൃഷ്ണമണി അല്ലെങ്കിൽ പ്യൂപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ മണി. അപ്പോൾ അതൊരു ഉണ്ടയാണോ, അതൊരു ബോൾ പോലത്തെ സ്ട്രക്ചറാണോ? ആക്ച്വലി അല്ല.
ഈ കൃഷ്ണമണി അല്ലെങ്കിൽ പ്യൂപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ ഐറിസിൻ്റെ സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് കാണുന്നില്ലേ മക്കളെ, ഒരു സുഷിരം കാണുന്നില്ലേ, ഒരു പോറ് കാണുന്നില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളുടെ ഐറിസ് അല്ലെങ്കിൽ പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണി എന്ന് പറയാം. പ്യൂപ്പിൾ അല്ലെങ്കിൽ നമ്മൾ പറയും കൃഷ്ണമണി. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഗ്യാപ്പാണ്, ഐറിസിൻ്റെ നടുവിലായിട്ടുള്ള ഒരു കുഞ്ഞു ഹോളാണ്. അതാണ് നമ്മളിത് ഇവിടെ കാണുന്നത്. ആ ഒരു സുഷിരമാണ് നമ്മൾ നടുവിലായിട്ട് കാണുന്നത്, അതാണ് നമ്മളുടെ പ്യൂപ്പിൾ. ഓക്കെ, ഇനി ഈ ഐറിസിൻ്റെ പിന്നിലായിട്ടാണ് നമ്മളുടെ ലെൻസ് നമുക്ക് കാണാൻ പറ്റുക. ഇവിടെയാണ് നമ്മളുടെ ലെൻസ് ഉള്ളത്. ഓക്കെ, ഇങ്ങനെ കോൺവെക്സ് ആയിട്ടുള്ള ഒരു ലെൻസ് നമ്മുടെ കണ്ണിലുണ്ട്. ഇതും ട്രാൻസ്പാരൻ്റ് ആണ്, അതായത് സുതാര്യമായിട്ടുള്ള ഒരു ലെൻസാണ്. അപ്പോൾ ഈ ലെൻസ് ഇവിടെ ഇങ്ങനെ എയറിൽ നിൽക്കുകയല്ല ചെയ്യുക, ഈ ലെൻസിനെ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മളുടെ ലെൻസാണല്ലോ, ലെൻസ്. ഈ ലെൻസിന് ഇതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ലിഗമെൻസ് ഉണ്ട്. ഓക്കെ, ലിഗമെൻസ് അല്ലെങ്കിൽ നമ്മൾ പറയും സ്നായുക്കൾ. സീലിയറി മസിൽസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ലിഗമെൻസ് അല്ലെങ്കിൽ സ്നായുക്കളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലെൻസിനെ അതേ സ്ഥലത്ത് പിടിച്ചു നിർത്തുന്നത്. ലിഗമെൻസ് അല്ലെങ്കിൽ സ്നായുക്കൾ എന്ന് മലയാളത്തിൽ പറയും. ഇത്രയും ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, നമ്മൾ ഔട്ടർമോസ്റ്റ് ലെയർ ഏറ്റവും പുറമേയുള്ള പാളിയാണ് നമ്മളുടെ സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം. അത് മുന്നിലേക്ക് വരുമ്പം അത് കുറച്ചിങ്ങനെ പുറത്തേക്ക് തള്ളിയതായിട്ടും അതേപോലെ തന്നെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് സുതാര്യമായ ഒരു പാളിയായിട്ട് ഒരു ലെയറായിട്ട് മാറും. അതാണ് കോർണിയ. രണ്ടാമത്തെ ലെയറാണ് കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം. ഇത് മുന്നിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ട് സീലിയറി മസിൽസ് അല്ലെങ്കിൽ സീലിയറി പേശികളായിട്ട് മാറും. ഈ സീലിയറി പേശികളിൽ നിന്ന് നമ്മളുടെ മുന്നിലേക്ക് ഒരു ഫിംഗറിൻ്റെ ഒരു വിരൽ പോലെയുള്ളൊരു പ്രൊജക്ഷൻ വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഐറിസ് എന്ന് പറയുക. ഈ ഐറിസിൽ കളർ ഉണ്ടാവും. മെലാനിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഐറിസിന് കളർ കൊടുക്കുന്നത്. അപ്പോൾ ഐറിസിൻ്റെ കളർ ബ്ലാക്ക് ആണെങ്കിൽ നമ്മളുടെ കണ്ണിൻ്റെ ആ നടുവിലത്തെ ഭാഗം നമുക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നും. ആൻഡ് ബ്രൗൺ ആണെങ്കിൽ ബ്രൗൺ ആയിട്ട് തോന്നും, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ, അങ്ങനെ പല കളേഴ്സ്. അപ്പം ഇത് നമുക്ക് കാണാൻ കാരണം നമ്മുടെ കോർണിയ ട്രാൻസ്പാരൻ്റ് ആയതും സുതാര്യമായതും കൊണ്ടാണ്. ആൻഡ് ഈ ഐറിസിൻ്റെ നടുവിലുള്ള ആ ഒരു സുഷിരത്തിന്, ആ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് പറയുക. ഐറിസിൻ്റെ പിന്നിലായിട്ട് നമുക്ക് ലെൻസ് ഉണ്ട്. ലെൻസിനെ കറക്റ്റ് സ്ഥലത്ത് പിടിച്ചു നിർത്തുന്നത് സ്നായുക്കൾ അല്ലെങ്കിൽ ലിഗമെൻസ് ആണ്. ഇനി നമ്മളുടെ ഏറ്റവും ഉള്ളിലുള്ള പാളി, നമ്മുടെ മൂന്നാമത്തെ ലെയർ. നമ്മുടെ മൂന്നാമത്തെ ലെയറാണ് നമ്മൾ പറയും റെറ്റിന. ഇതാണ് നമ്മളുടെ ഏറ്റവും ഉള്ളിലുള്ള ലെയർ, ദാറ്റ് ഈസ് റെറ്റിന. നമ്മൾ മലയാളത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ റെറ്റിന എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ റെറ്റിനയിലാണ് നമ്മളുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കാണുന്നത്. പ്രകാശഗ്രാഹി കോശങ്ങൾ കാണുന്നത് എവിടെയാണ്? ഈ റെറ്റിനയിലാണ്. അപ്പോൾ റെറ്റിനയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്ഥലങ്ങളുണ്ട്. അതാണ് ഒന്ന് ഇവിടെ റെറ്റിനയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഡിപ്രഷൻ, ഒരു കുഴി പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ചെറിയൊരു കുഴി. ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രകാശഗ്രാഹി കോശങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് കാണാൻ പറ്റുക. ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ പറയുക യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദു. ഇവിടെയാണ് നമുക്ക് എന്തുണ്ടാവുക? ഏറ്റവും കൂടുതൽ പ്രകാശഗ്രാഹി കോശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ്. ഓക്കെ, ഇനി വേറൊരു സ്ഥലമുണ്ട്. ഈ ഒരു യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദുവിന് തൊട്ട് താഴെയായിട്ട് യാതൊരു തരത്തിലുള്ള ഫോട്ടോ റിസെപ്റ്റേഴ്സും നമുക്ക് എവിടെ കാണാൻ പറ്റില്ല? ഈ ഒരു പോയിന്റിൽ കാണാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ആരില്ല, യാതൊരു തരത്തിലുള്ള ഫോട്ടോ റിസെപ്റ്റേഴ്സും ഇല്ല. ആൻഡ് ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ പറയുക നമ്മളുടെ അന്ധബിന്ദു. ഓക്കെ, എന്താ പറയുക? അന്ധബിന്ദു അല്ലെങ്കിൽ നമ്മൾ പറയും ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് പറയാം, ബ്ലൈൻഡ് സ്പോട്ട്. ഓക്കെ, ഇവിടെ എന്തില്ല? ഒരു തരി പോലും ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇല്ല. അപ്പോൾ അവിടെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. സോ ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ പറയുക ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ അന്ധബിന്ദു. ഈ ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ അന്ധബിന്ദുവിൽ നിന്ന് വരുന്ന ഒരു നെർവ്. ഓക്കെ, നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സ്റ്റിമുലൈ അല്ലെങ്കിൽ ഒരു ഉദ്ദീപനം വരുന്നു, അതിനെ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാഹികൾ റിസീവ് ചെയ്യുന്നു, അതിനെ ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങളാക്കി മാറ്റുന്നു. അതിനെ നമ്മളുടെ നെർവ്സ് ആണ്
നാഡികളാണ് എന്ത് ചെയ്യുന്നത്, ബ്രെയിനിലേക്ക്, മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങളെ നമ്മുടെ മസ്തിഷ്കം, ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്ന നെർവാണ് നമ്മളുടെ ഒപ്റ്റിക് നെർവ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒപ്റ്റിക് നെർവ്, അല്ലെങ്കിൽ നമ്മൾ പറയും നേത്രനാഡി. നേത്രനാഡി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഐയുടെ ഡയഗ്രാം. ഇത്രയും എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, നമ്മളുടെ കണ്ണിൻ്റെ 3 ലെയേഴ്സ്, ആ ഓരോ ലെയറിൻ്റെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ആദ്യം സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം, അതിൻ്റെ മുന്നിലേക്ക് കോർണിയ, ദെൻ കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം, അതിൻ്റെ മുന്നിലേക്ക് സീലിയറി മസിൽസും ഐറിസും, ഐറിസിൻ്റെ നടുവിലുള്ള ഓപ്പണിംഗ് പ്യൂപ്പിൾ, ദെൻ നമ്മുടെ ലെൻസിനെ കണക്ട് ചെയ്യാൻ ലിഗമെൻറ്റ്സ്, ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ റെറ്റിന, നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് കാണുന്ന സ്ഥലം. അതിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉള്ളത് യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദു, ഒട്ടും ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇല്ലാത്തത് അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട്. അവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒപ്റ്റിക് നെർവ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെൻ്റെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ബാച്ചസിലൊക്കെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലുള്ള 1 ഷോട്ട് ലൈവുകളൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.